നമസ്കാരം. ഒരു കമ്പനിയുടെ വളർച്ചയെ നമ്മൾ ഇതുവരെ അളന്നിരുന്നത് അതിന്റെ സാമ്പത്തിക ലാഭം വിലയിരുത്തിയിട്ടാണ്, അല്ലേ? എന്നാൽ ഒരു കമ്പനി ലാഭം മാത്രം ഉണ്ടാക്കിയാൽ മതിയോ? അത് സമൂഹത്തെയും ഭൂമിയെയും ജീവനക്കാരെയും എങ്ങനെ ബാധിക്കുന്നു എന്നാരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കാനാണ് ഇന്ന് ലോകം മുഴുവൻ ESG എന്ന പുതിയ ഭാഷയിൽ സംസാരിക്കുന്നത്. ESG എന്നാൽ എൻവയൺമെന്റൽ സോഷ്യൽ ഗവേണൻസ് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കമ്പനി പണം മാത്രമല്ല, ഭൂമിയെയും മനുഷ്യരെയും എങ്ങനെ ബാധിക്കുന്നു, എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഓരോന്നും വേർതിരിച്ച് പറയാം. എൻവയൺമെന്റൽ, ഒരു കമ്പനിക്ക് പരിസ്ഥിതിയോടുള്ള ബന്ധം, പരിസ്ഥിതിയെ എങ്ങനെ മാനിക്കുന്നു എന്നുള്ളതാണ്. ആ കമ്പനി എത്ര ഊർജം ഉപയോഗിക്കുന്നു, മാലിന്യം എങ്ങനെ നിയന്ത്രിക്കുന്നു, പുറത്തു തള്ളുന്ന കാർബൺ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ എന്നാൽ കമ്പനിക്ക് സമൂഹത്തോടും മനുഷ്യരോടുമുള്ള ബന്ധമാണ്. ജീവനക്കാർക്ക് ശരിയായ തൊഴിൽ സാഹചര്യങ്ങളുണ്ടോ, എല്ലാവരെയും ഒരുപോലെയാണോ കാണുന്നത്, സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയാണ് സോഷ്യൽ എന്നുള്ള ഘടകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനിയുടെ നടത്തിപ്പിനെയാണ് ഗവേണൻസ് എന്ന ഘടകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുതാര്യത, നിയമങ്ങൾ പാലിക്കൽ, നീതിപൂർവമായ തീരുമാനങ്ങൾ എടുക്കൽ, സ്ത്രീകളുടെ നേതൃത്വ പങ്ക്, ഇതൊക്കെയാണ് അതിൽപ്പെടുന്നത്. ഇത് വെറുമൊരു കോർപ്പറേറ്റ് ഭാഷയല്ല. ESG എന്നാൽ ബിസിനസിന്റെ ഭാവി ഭാഷയാണ്. കൂടുതൽ നിക്ഷേപം കിട്ടാൻ, മികച്ച പ്രതിഭകൾ നിലനിർത്താൻ, ബ്രാൻഡിന്റെ വിശ്വാസ്യത കൂട്ടാൻ, ഇതിനൊക്കെ ESG ഇന്ന് അനിവാര്യമാണ്. ഇനി അങ്ങോട്ട് ഭാവിയിലേക്ക് നല്ല ലാഭമുണ്ടാക്കുന്ന ബിസിനസ്സുകൾ മാത്രമല്ല, മറിച്ച് നല്ല ലോകം സൃഷ്ടിക്കുന്ന ബിസിനസ്സുകളാണ് വിജയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി ചോദിക്കേണ്ടത് നമ്മുടെ ബിസിനസ് നല്ല ലാഭത്തിലാണോ എന്നല്ല, നമ്മുടെ ബിസിനസ് ലോകത്തിന് നല്ലതാണോ എന്നാണ്. നന്ദി.